പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് രാഹുൽ ഗാന്ധി ഇത്തവണ ലോക്സഭയിലെ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു. ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, അതായത് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയും വേണമെങ്കിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷെ അത് ജനാധിപത്യ വിരുദ്ധമായ ആശയമാണെന്ന്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നത്. 2014ലും 2019ലും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഒഫീഷ്യലായി ഒരു ഒപ്പോസിഷൻ ഫോം ചെയ്യാനുള്ള അംഗസംഖ്യ അവർക്കില്ലാതെ പോയി. കാരണം ആകെയുള്ള ലോക്സഭാ സീറ്റിന്റെ 10% അംഗസംഖ്യ, അഥവാ കുറഞ്ഞത് 55 അംഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃപദവി അവകാശപ്പെടാനാവൂ. 2014ൽ കോൺഗ്രസിന് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് 44 അംഗങ്ങളായിരുന്നു. 2019ൽ 52. എന്നാൽ ഇത്തവണ 99 സീറ്റുമായാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തെത്തിയത്. ഈ പ്രതിപക്ഷം നയന സുമ്മാവാ. കഴിഞ്ഞ കുറെ കാലമായി അതില്ലാത്തത് കൊണ്ട് നമ്മൾ മറന്നുപോയ ആ പൊസിഷന്റെ കുറച്ച് പവറുകൾ നോക്കാം. പാർലമെന്റ് ആക്ട് 1977 പ്രകാരം വേതനവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന നിയമപരമായ പദവിയാണ് പ്രതിപക്ഷ നേതൃപദവി. ഷാഡോ പ്രധാനമന്ത്രി എന്നാണ് ഒപ്പോസിഷൻ ലീഡറെ വിളിക്കാറുള്ളത്. കാരണം പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ റോളുകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഷാഡോ ക്യാബിനറ്റ് ഒപ്പോസിഷന് കീഴിൽ രൂപപ്പെടാറുണ്ട്. ഇനി അങ്ങോട്ട് പബ്ലിക് അക്കൗണ്ട്സ്, പബ്ലിക് അണ്ടർടേക്കിംഗ്സ്, എസ്റ്റിമേറ്റ്സ്, നിരവധി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒപ്പോസിഷൻ ലീഡർ അംഗമായിരിക്കും. മാത്രമല്ല പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ അഭിപ്രായം പറയാനും അവർക്ക് കഴിയും. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ലോക്പാൽ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലവന്മാരെ നിയമിക്കുന്നതിനായി രൂപീകരിച്ച വിവിധ സെലക്ഷൻ കമ്മിറ്റികളിലും ഇനി മുതൽ പ്രതിപക്ഷ നേതാവ് അംഗമായിരിക്കും. അപ്പോൾ പ്രതിപക്ഷം ഒരു ചെറിയ മീനല്ല, രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കാൻ അനിവാര്യമായ ഒരു വമ്പൻ സ്രാവ് തന്നെയാണ്.